ഹായ്. നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾക്കറിയാം ഇൻകം ടാക്സ് ആയാലും എൻഫോഴ്സ്മെൻറ്റ് ആയാലും നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന കുറേ പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. CBI, അതുപോലെ NIA, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ആ ഒരു SSCയുടെ തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇപ്പം ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ഗ്യാപ്പ് ഇല്ലാതെ വളരെ പെട്ടെന്ന് പുതിയ നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 5-6 നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും. ഇനിയും ഫ്യൂച്ചറിൽ ഇനിയും ഒരുപാട് നോട്ടിഫിക്കേഷൻ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഒരു എക്സാംസ് ഒക്കെ തന്നെ പല കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുതാനും പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് വിചാരിക്കുന്ന ഒരു കാര്യമാണ് സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ മിനിമം ഗ്രാജുവേഷൻ വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ അല്ല, നമുക്കവിടെ 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്, +2 വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്, ഗ്രാജുവേഷൻ വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. അതുപോലെ നിങ്ങളിപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ സിവിലോ ഇലക്ട്രിക്കലൊക്കെ ആണെങ്കിൽ അത് വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. ഇങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റെനോ അറിയാമെങ്കിൽ അത് വെച്ച് എഴുതാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് എക്സാംസ് ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ അതിലും എനിക്ക് ഈ ഒരു സെഷനിൽ മെയിനായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള ഒരു 2 ഇമ്പോർട്ടൻറ്റ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂഷ്വലി ഗ്രാജുവേറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. നമ്മുടെ സീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സാംസ് അണ്ടർ ഗ്രാജുവേറ്റ്സിന് എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ പോലും വേണ്ട, നിങ്ങൾ +2 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ, ഈവൻ നിങ്ങളിപ്പോൾ ഒരു ഗ്രാജുവേറ്റ് ആണ്, പക്ഷേ നിങ്ങളിപ്പോൾ ഒരുപാട് പേര് കാണും ഇപ്പോൾ PSC എക്സാംസ് ഒക്കെ എഴുതുന്നവർ കാണും. PSC എക്സാംസിൽ ഒരുപാട് എക്സാംസ് നിങ്ങൾക്കറിയാം. നിങ്ങൾ എഴുതുന്നതിൽ പല PSC എക്സാംസും നമുക്ക് ഗ്രാജുവേഷൻ വേണ്ടാത്ത ഒരുപാട് പോസ്റ്റുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഈവൻ അവർക്ക് പോലും എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ്, നല്ല എക്സാംസാണ് SSCയുടെ എക്സാമിന്. പലരും ഇപ്പം റീസെൻ്റ് നടന്ന PSC എക്സാംസിന് പോയിട്ടുള്ളവർക്കും അറിയാം, അവിടെ PSC എക്സാംസിൻ്റെ ക്വസ്റ്റിൻ്റെ ലെവൽ, എസ്പെഷ്യലി അതിൻ്റെ മാത്സിൻ്റെ ഒക്കെ ക്വസ്റ്റിൻ്റെ ലെവൽ നമുക്ക് അത്യാവശ്യം നല്ലപോലെ കൂടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് SSC എക്സാംസും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ PSCയുടെ ഒക്കെ മാത്സിൻ്റെ ഒക്കെ ഏരിയ നല്ലപോലെ അവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ SSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈവൻ ഞാൻ പറയും, നമ്മുടെ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ, അതിപ്പം PSC പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരിക്കുന്നവരാണെങ്കിലും PSC പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ പോലും അവർക്കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് SSC എക്സാംസിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല, ഈവൻ PSC എക്സാംസിന് പോലും അത് ഇനി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് SSC എക്സാംസ് നോക്കാൻ പറ്റും, നിങ്ങളൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ PSC നോക്കുന്നവർ ഒരുപാട് സ്റ്റേറ്റിൽ തന്നെ ജോലി കിട്ടാൻ വേണ്ടി കൂടിയാണ് PSC എക്സാംസ് നോക്കുന്നത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇപ്പോൾ നമ്മുടെ ഈ SSCയുടെ MTSO അല്ലെങ്കിൽ SSCയുടെ CSL എക്സാംസ് ഒക്കെയാണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നല്ല ഒരു എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദി പോസ്റ്റിങ്ങും വരുന്നത് അവിടെ തന്നെ ആയിരിക്കും, നിങ്ങളുടെ സ്വന്തം സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും വരുന്നത്. വളരെ റയർ കേസിൽ മാത്രമേ നിങ്ങൾ എവിടെ പോകാൻ സാധ്യതയുള്ളൂ, ഡൽഹിയിലുള്ള അതിൻ്റെ മെയിൻ ഓഫീസിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ളൂ. വളരെ ചില പോസ്റ്റുകൾക്ക് മാത്രമാണ് അങ്ങനെയുള്ള ഒരു പോസ്റ്റിംഗ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾ ടോപ്പ് റാങ്കിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ CBIയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റിംഗ് വരുന്നത് ചിലപ്പോൾ ഡൽഹിയിലേക്കാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് റാങ്ക് 1 ആണ് നിങ്ങൾ ഓൾ ഇന്ത്യയിൽ ഈ ഒരു എന്താ പറയുക ആ ഒരു ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ പോസ്റ്റിംഗ് അവിടെ പോരാൻ സാധ്യതയുണ്ട്. ബട്ട് അതർവൈസ് മോസ്റ്റ് ഓഫ് ദി കേസുകളിലും പോസ്റ്റിംഗ് ഒക്കെ തന്നെ വരുന്നത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. അപ്പം ഈ പറയുന്ന PSC നോക്കുന്നവർക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റും, SSC എക്സാംസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബിൽ നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അത് കിട്ടുന്നത്. നിങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി അവിടെയും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തൊക്കെ എക്സാംസ് ആണ് അങ്ങനെ വരുന്നത്, ആൻഡ് അതിൻ്റെ ഒരു എക്സാം പാറ്റേണോ അതിൻ്റെ ഒരു എക്സാം സിലബസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് അങ്ങനെ വരുന്ന 2 എക്സാംസാണ് SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. ഹയർ സെക്കൻഡറി ക്വാളിഫൈഡ് ആണോ നിങ്ങൾ +2 ഉള്ള ഒരാളാണോ, നിങ്ങൾക്ക് ആ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ MTS മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സർവീസ് എന്നൊക്കെ പറയാം. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മതി നമുക്ക് ഈ ഒരു എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും തന്നെ ഈ 2 ക്വാളിഫിക്കേഷൻ ഉറപ്പായിട്ടുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം കൂടിയാണ് എന്ന് പറയാം. ഇത് നിങ്ങൾ കാണുന്ന SSCയുടെ കലണ്ടർ. അപ്പോൾ SSCയുടെ കലണ്ടർ ഒരു വലിയ കലണ്ടർ ആണെങ്കിലും ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി എടുത്തു വെച്ചേക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ 2 എക്സാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. നമ്മുടെ ഈ SSCയുടെ കലണ്ടർ എല്ലാ വർഷവും അവസാനം വരുമ്പം ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഈ വർഷം അവർ റിവൈസ്ഡ് കലണ്ടർ ഇറക്കി നമ്മുടെ കുറച്ച് നാൾ മുമ്പ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എക്സാംസ് ഉണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 2 എക്സാമിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഒന്ന് ഹയർ സെക്കൻഡറി ലെവൽ 10+2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് വേണ്ടി, അതുപോലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്, നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ആൻഡ് ഹവൽദാർ പോസ്റ്റും ഉണ്ട്. നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിലും അതുപോലെ നമ്മുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിൽ
ഹവൽദാറിൻ്റെ പോസ്റ്റ് അടക്കം അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് കൂടാതെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കൊക്കെ ഉള്ള മൾട്ടി ടാസ്കിങ് ആയിട്ട് വരുന്ന സ്റ്റാഫ്സും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 എക്സാംസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഓൾറെഡി നിങ്ങൾക്ക് ആ ഡേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും, വന്നു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമുക്ക് ഓൾമോസ്റ്റ് അടുത്ത് വരുവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും CSSL അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ജൂലൈ 18 അല്ല നമ്മുടെ MTS അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 24 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഈ 2 ഡേറ്റ്സ് നിങ്ങൾ നോക്കി വെക്കുക. അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ. അതും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പറഞ്ഞ ഫീസ് വരുന്നത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസും ഇല്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ട്. പക്ഷേ മെയിൽ കാൻഡിഡേറ്റ്സിലും ഫീസ് എന്ന് പറയുമ്പോൾ ജനറൽ കാറ്റഗറിക്കും അതേപോലെ തന്നെ നമ്മുടെ OBC കാറ്റഗറിക്ക് മാത്രമേ ഫീസ് വരുന്നുള്ളൂ. SC ST കാറ്റഗറി വരുന്നവരാണെങ്കിലും അവർക്കൊക്കെ ആണെങ്കിൽ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. എക്സ് സർവീസ് ആണെങ്കിലും ഫീസ് വരുന്നില്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസേ ഇല്ല. അതിപ്പോൾ ഏത് കാറ്റഗറി വരുന്നവരാണെങ്കിലും അവർക്ക് ഫീസേ ഇല്ല. അപ്പോൾ ജസ്റ്റ് 100 റുപ്പീസ് മാത്രമാണ് അവിടെ വരുന്ന ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ 8 സെപ്റ്റംബർ ടു 18 സെപ്റ്റംബറും 20 സെപ്റ്റംബർ ടു 24 ഒക്ടോബർ വരെയാണ് നമുക്ക് ഈ ഒരു എക്സാംസിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വർഷം ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ആ MTSൻ്റെ എക്സാം നല്ലപോലെ എഴുതാൻ ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എഫോർട്ട് ഇട്ട് നോക്കാം. അതുപോലെ അടുത്ത വർഷം വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാംസ് കുറച്ചുകൂടി നല്ലപോലെ എഴുതിക്കൊണ്ട് കുറച്ചുകൂടി ബെറ്റർ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾക്ക് നല്ലപോലെ കുറച്ചുകൂടി സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എൻ്റെ എക്സാംസ് അവിടെ തീരുന്നില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനിയും താഴോട്ട് എക്സാംസ് ഉണ്ട്. നമ്മളിപ്പോൾ തൽക്കാലം ഈ 2 എക്സാമിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് മാത്രം വെച്ചതെന്ന്. പക്ഷേ ഇനി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺസ്റ്റബിളിൻ്റെ എക്സാം വരുന്നുണ്ട്. അതും ഡൽഹി പോലീസിലേക്കാണ്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ആ എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ നമുക്ക് SSCയുടെ GD കോൺസ്റ്റബിളിൻ്റെ എക്സാം വരുന്നുണ്ട്. GD കോൺസ്റ്റബിൾ, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ. 10ാം ക്ലാസ് മാത്രമാണ് ക്വാളിഫിക്കേഷൻ. 53,000 വേക്കൻസിക്കാണ് കഴിഞ്ഞ വർഷം അത് വിളിച്ചത്. 53,000 വേക്കൻസിക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറി, അറൗണ്ട് 56,000 to 63,000 റേഞ്ചിലാണ് സാലറി വരുന്നത് തന്നെ. അതിൻ്റെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഹ്യൂജ് വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എക്സാം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും വിളിക്കുന്ന ഒരു എക്സാം. ഈവൻ കോവിഡ് സമയത്ത് പോലെ 25,000 വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അത്രയും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഈ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് നവംബർ ഡിസംബറിലോ. അപ്പോൾ നിങ്ങൾ ഈ SSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ എക്സാമിൻ്റെയും സിലബസ് സെയിമാണ്. ഈ നോൺ ടെക്നിക്കൽ എക്സാംസിൻ്റെ എല്ലാത്തിൻ്റെയും സിലബസ് എന്താണ്, സെയിം ആണ്. ഇപ്പോൾ CGL ആയാലും CSL ആയാലും MTS ആയാലും സെലക്ഷൻ പോസ്റ്റ് ആയാലും SSC GD ആയാലും ഈ പറഞ്ഞ എല്ലാ എക്സാംസിൻ്റെയും സിലബസ് എക്സാക്ട്ലി സെയിം സിലബസ്. എക്സാമിൻ്റെ പാറ്റേണിൽ വ്യത്യാസം വരുന്നുണ്ട്. ചിലതിന് 20 ദിവസം കാണും, ചിലപ്പോൾ 25 ദിവസം കാണും. പക്ഷേ എക്സാമിൻ്റെ സിലബസ് സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, എല്ലാ എക്സാംസും എഴുതാൻ പറ്റും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നോൺ ടെക്നിക്കൽ എല്ലാ എക്സാംസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈവൻ ഞാൻ നേരത്തെ പറഞ്ഞ PSCക്കാരാണെങ്കിൽ PSCക്ക് നിങ്ങൾ ഓൾറെഡി ഈ മാത്സ്, റീസണിങ് ഇങ്ങനെയുള്ള ഏരിയാസ് ഒക്കെ തന്നെ പഠിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളവിടെ എക്സ്ട്രാ പഠിക്കുന്നത് ആ ഒരു കേരള റിലേറ്റഡ് ഫാക്ട്സും പിന്നെ മലയാളത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമുക്കവിടെ എക്സ്ട്രാ വരുന്നത്. പക്ഷേ ആ ഒരു ഏരിയ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള ഏരിയാസ് മൊത്തം നിങ്ങൾ അവിടെ പഠിക്കുന്ന അതേ ഏരിയ തന്നെ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതേ GK പോർഷൻസ് നോക്കി കഴിഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക്ക് ഇതെല്ലാം ഇവിടെയും പഠിക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷാണ് ഇവിടെയുണ്ട് അവിടെയുണ്ട്. അവിടെ ആ ഒരു മാത്സിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിൽ മാത്സിൻ്റെ കൗണ്ട് കൂടുതലുമാണ്. പക്ഷേ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൽ നിന്ന് കുറച്ച് താഴേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് കുറവാണ്. ഇവിടെ നമുക്ക് ആ 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അല്ലെങ്കിൽ ചില എക്സാമിന് 20 ക്വസ്റ്റ്യനൊക്കെയാണ് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കൗണ്ട് വരുന്നത്. പക്ഷേ പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ത് തന്നെയാണ്, എക്സാക്ട്ലി സെയിമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ PSCയുടെ ഇപ്പോഴത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് ലെവൽ കൂടി ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ SSC പഠിച്ചവർക്ക് ആ ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ PSC ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ SSCയുടെ ഈ എക്സാംസൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ SSCയുടെ എക്സാംസ് നല്ലപോലെ എഴുതാം, ഈവൻ PSCയുടെ എക്സാംസും നല്ലപോലെ എഴുതാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കരുത്. ഇനി നമുക്ക് ഈ എക്സാമിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. SSCയുടെ CSS എക്സാം, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ +2 മാത്രമാണ് ക്വാളിഫിക്കേഷൻ. ഈ വർഷം വിളിച്ചിരിക്കുന്ന വേക്കൻസി 3,131 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിൻ്റെ അകത്ത് 3,131 ആൾക്കാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. തന്നെ അവർക്ക് എല്ലാവർക്കും ജോലി കിട്ടുന്നതായിരിക്കും. നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ലിസ്റ്റ് എക്സ്പയർ ആവത്തില്ല. ഓക്കെ, നമ്മളിപ്പം ചിലപ്പോഴെങ്കിലും PSCയിലേക്ക് കേൾക്കുന്ന ചില കാര്യങ്ങളാണ്, ഒരുപാട് കാൻഡിഡേറ്റ്സിനെ എടുക്കും, പക്ഷേ ചിലപ്പം എല്ലാവർക്കും പോസ്റ്റും കിട്ടിയെന്ന് വരത്തില്ല. ആ ലിസ്റ്റ് ഒരു സമയം കഴിയുമ്പോൾ എക്സ്പയർ ആയി പോകാറുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ ഇത്രയും വേക്കൻസി ആണുള്ളെങ്കിൽ ഇത്രയും പേരുടെ ലിസ്റ്റ് അവർ ഇടത്തുള്ളൂ. ആൻഡ് ആ അത്രയും പേർക്കും ജോലി ഉറപ്പായിട്ടും കിട്ടും. അവിടെ ലിസ്റ്റ് എക്സ്പയർ ആവുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യും.
അത് 100% ഷുവറാണ്. അങ്ങനെയാണ് അത് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി അവർ നമ്മളെ റിജക്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ വന്നാലേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ ഈ ലിസ്റ്റിൽ വരുന്ന ഒരാളെങ്കിൽ ഉറപ്പായിട്ട് ആൾക്ക് ജോലി കിട്ടിയേക്കും. ആ ലിസ്റ്റ് എക്സ്പയർ ആവുകയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പം വിളിക്കാൻ എന്താ പറയുക, നമ്മുടെ പോസ്റ്റിംഗ് വരാൻ 5 മാസം ലേറ്റ് ആയാലും 6 മാസം ലേറ്റ് ആയാലും നമുക്ക് ഉറപ്പായിരിക്കും നമ്മൾ എന്തായാലും പോസ്റ്റിംഗ് വരും 100% നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇനി നമുക്ക് അവിടെ വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് ഇപ്പം കേട്ട് നല്ല പരിചയമുള്ള പോസ്റ്റുകളായിരിക്കും. ലോവർ ഡിവിഷണൽ ക്ലർക്ക് LDC, ഓക്കെ. അതുപോലെ ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റന്റ് എന്നൊരു പോസ്റ്റ് ഉണ്ട് നമുക്കവിടെ. അതുപോലെ നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ഈ ഒരു പോസ്റ്റിലാണ് നമ്മുടെ SSCയുടെ CSSന്റെ അണ്ടറിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാം പ്രോസസ്സ് ഓൺലൈനാണ്, ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഓൺലൈനാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി കൺവേ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് +2 പാസ് മാത്രമായിരുന്നാൽ മതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ 2 ഫേസിലാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും, ഈ 2 ഫേസ് മാത്രമേ ഉള്ളൂ. വേറെ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ മെഡിക്കലും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് നമ്മുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സെലക്ഷൻ വരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ടക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ SSCയുടെ CSSL എക്സാമിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഇനി അതേപോലെ SSCയുടെ MTSന്റെ എക്സാമിനെ കുറിച്ച് ഞാൻ ഒന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ, മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, നമ്മുടെ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ പോസ്റ്റ് മാത്രമല്ല ആക്ച്വലി അവിടെ പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഹവൽദാറിൻ്റെ പോസ്റ്റ് കൂടി വരുന്നുണ്ട്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസിൽ, അതുകൂടാതെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സിലാണ് അത് വരുന്നത്. നമുക്കിനി വിളിച്ചേക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് ഹവൽദാറിൻ്റെ വേക്കൻസി, ഓക്കെ. ഈ ഹവൽദാറിൻ്റെ വേക്കൻസിയാണ് യൂഷ്വലി കുറവ് വിളിക്കുന്നത്. ആ വേക്കൻസി മാത്രം 1075 വേക്കൻസി ഉണ്ട്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് MTSന്റെ വേക്കൻസി അവർ കളക്ട് ചെയ്യുന്നേ ഉള്ളൂ, അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് അവർ ഉറപ്പായിട്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ റിപ്പോർട്ട് ചെയ്യും. ആൻഡ് റിപ്പോർട്ട് ചെയ്യുമ്പം നമ്മളിപ്പോൾ ലാസ്റ്റ് ഇയറിൽ നമ്മൾ വേക്കൻസി പറയുകയാണെങ്കിൽ ഏകദേശം 10,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വേക്കൻസീസും എപ്പോഴും ഒരു 8,000 to 12,000 വേക്കൻസിയിലാണ് നിൽക്കുന്നത്. ഈ വർഷവും കാണും ഏകദേശം ആ വേക്കൻസി. നമുക്ക് ഈ ഹവൽദാറിന് തന്നെ 1075 വേക്കൻസി ഉണ്ട്. അപ്പം നമുക്ക് ഈ പറഞ്ഞ MTSന് ഉറപ്പായിട്ടും അതിൻ്റെ ഒരു 7-8 ഇരട്ടിയെങ്കിലും കാണും. എപ്പോഴും അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷം ഏകദേശം 10,000-ഓളം വേക്കൻസീസ് ആയിരിക്കും. എങ്ങനെയായാലും 8,000 വേക്കൻസി ഉറപ്പാണ്, ഷുവറാണ്, നമുക്കവിടെ കാണും. അത് എപ്പോഴും വരുന്ന വേക്കൻസി 8,000 വേക്കൻസി. ഒരിക്കലും അങ്ങനെ 8,000 താഴേക്ക് കുറഞ്ഞിട്ടുള്ള അങ്ങനെ കുറഞ്ഞിട്ടേ ഇല്ല. കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 7,800 റേഞ്ച്, ആ റേഞ്ചിലൊക്കെ വന്നിട്ടുള്ളൂ. ഒരിക്കലും അങ്ങനെ 2,000 വേക്കൻസി 3,000 വേക്കൻസി ആയിട്ട് വിളിച്ചിട്ടേ ഇല്ല ഒരിക്കലും. എപ്പോഴും വേക്കൻസീസ് എപ്പോഴും നമ്മുടെ ഈ ഒരു 7,000 8,000 മുകളിലേ വന്നിട്ടുള്ളൂ. ഇനി ഇതിനും ആപ്ലിക്കേഷൻ ഡേറ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങളോട് കാണാൻ പറ്റും. 10th പാസ്, ജസ്റ്റ് 10th പാസ് മാത്രമായാൽ മതി. ഇനി ഏജ് ലിമിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് MTSന്റെ പോസ്റ്റ് ആണെങ്കിൽ 25 ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ അതേ സ്ഥലത്ത് നിങ്ങളുടെ ഹവൽദാറിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ 27 വയസ്സ് വരെ അവിടെ പറ്റും, 27 ഇയേഴ്സ് വരെ പറ്റും. ആൻഡ് എക്സാം പ്രോസസ്സും ആപ്ലിക്കേഷനും എല്ലാം ഓൺലൈനാണ്. ആൻഡ് ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റ എക്സാമേ ഉള്ളൂ, ഒറ്റ സിംഗിൾ എക്സാം. അതും നിങ്ങൾ MTS ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം മാത്രമേ ഉള്ളൂ. ആൻഡ് നിങ്ങൾ ഹവൽദാർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം ഉണ്ട്. അത് കൂടാതെ നിങ്ങൾ പിന്നെ ഹവൽദാർ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഫിസിക്കൽ കൂടി വരും. അപ്പോൾ ആ ഫിസിക്കൽ കൂടിയാണ് എക്സ്ട്രാ വരുന്നത്. വേറെ എക്സാംസ് ആയിട്ടൊന്നുമില്ല, ഒറ്റ ഒരു സിംഗിൾ എക്സാമാണ്. ആൻഡ് സാലറി ഇപ്പം നമുക്ക് തോന്നും 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ അല്ല, എത്ര സാലറി കാണുമെന്ന് തോന്നും. സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 30 to 33,000 ആണ് നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. 30 to 33,000, ഓക്കെ. അപ്പോൾ അത്രയും നല്ലൊരു സാലറി ഉണ്ട്. MTSന്റെ പോസ്റ്റ് 10th ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമേ വരുന്നത്. ഇതിൻ്റെ എക്സാം പാറ്റേൺ കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു എക്സാം പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. SSCയുടെ CSSL എക്സാമിൻ്റെയാണ് പാറ്റേൺ നിങ്ങൾ കാണാൻ പറ്റും. ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ റീസണിംഗ് ആണ്. ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മുടെ മാത്സിൻ്റെ ഏരിയ ആൻഡ് ഇംഗ്ലീഷ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എല്ലാം 25 ക്വസ്റ്റ്യൻ വെച്ചാണ് ചോദിക്കുന്നത്. മൊത്തം 100 മാർക്ക് ആൻഡ് മൊത്തം 100 ക്വസ്റ്റ്യൻ 200 മാർക്ക്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വെച്ചാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് 1/4 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ആംഗിളിൽ പറയുകയാണെങ്കിൽ ശരിയാണെങ്കിൽ 2 മാർക്ക് കിട്ടും, തെറ്റാണെങ്കിൽ നമുക്കവിടെ 0.5 മാർക്കായിരിക്കും നെഗറ്റീവ് വരാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ആ സബ്ജക്റ്റുകൾ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇനി ഇതേ സബ്ജക്റ്റാണ് എവിടെയും വരുന്നത്. ഇവിടെ നോക്കിയേ SSCയുടെ MTSന്റെ എക്സാം പാറ്റേൺ ആയത്. ഇവിടെയും നിങ്ങൾ ആ സബ്ജക്റ്റ് നോക്കി നമ്മുടെ അതേ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ആണ് പറഞ്ഞേക്കുന്നത്. അതിനെ കുറച്ചുകൂടി സിമ്പിൾ ലെവലിലാണ് ഇവിടെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നതിന് പകരം ന്യൂമറിക്കൽ എബിലിറ്റി, നമ്മുടെ മാത്സിൻ്റെ എബിലിറ്റി, നമ്പേഴ്സിൻ്റെ എബിലിറ്റി എന്നുള്ള സിമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത്. ഇനി റീസണിങ് അതേ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷും നോക്കിയാൽ അതേ വെരി സെയിം സിലബസ്, ഒന്നും എക്സ്ട്രാ ഇല്ല എന്ന് നമുക്കവിടെ ക്ലിയർലി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേ വെരി സെയിം സിലബസാണ് വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം മാത്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ, റീസണിംഗ് 20 ക്വസ്റ്റ്യൻ, മൊത്തം 40 ക്വസ്റ്റ്യൻ. ആൻഡ് ഓരോ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചാണ് ഇവിടെ. അതുകൊണ്ട് മൊത്തം 120 മാർക്ക്. ആൻഡ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നെഗറ്റീവും ഇല്ല. ഓക്കെ,
നമ്മൾ എല്ലാം ഫുള്ള് മാർക്ക് ചെയ്യാൻ പറ്റും അവിടെ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ GK നിന്ന് നമുക്ക് 25 ക്വസ്റ്റിനും നമ്മുടെ ഇംഗ്ലീഷിൽ നിന്ന് 25 ക്വസ്റ്റിനും എല്ലാ ക്വസ്റ്റിനും ക്യാരി ചെയ്യുന്ന 3 മാർക്ക് വെച്ചാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൊത്തം 150 ക്വസ്റ്റിൻ ഇൻറ്റു 3 150 മാർക്ക്. അതിൻ്റെ ആ 150 മാർക്കിലാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്. എന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് ആ 150 എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളതില്ല. ഇനി സമയം നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് സമയം വരുന്നത് ഈ ഒരു ഏരിയ മാത്രം എഴുതാൻ 45 മിനിറ്റ് ഉണ്ട്. അതിൽ ആ ഇംഗ്ലീഷും GKയുടെ ഏരിയ മാത്രം എഴുതാൻ 45 മിനിറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ MTSൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈവൻ PSCയുടെ ഡിഗ്രി ലെവലിൻ്റെ താഴെയുള്ള എക്സാംസ് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും ഇത് കുറച്ചുകൂടി നല്ലൊരു എക്സാം ആയിരിക്കും എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്നുള്ളത്. ഓക്കെ, ഇനി കുറച്ച് പേരെങ്കിലും ഇപ്പം ഞാൻ PSC എന്ന് പറഞ്ഞുകൊണ്ട് മേ ബി പിന്നെയും കുറച്ച് പേരെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ. ഇത് ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് പേര് ചോദിക്കുന്നതാണ്, മലയാളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ. നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ആ ഒരു കണ്ട സിലബസിലോ അല്ലെങ്കിൽ കണ്ട ആ ഒരു എക്സാം പാറ്റേണിൽ ഇംഗ്ലീഷിൻ്റെ ഏരിയ വിട്ട് ബാക്കിയുള്ള 3 ഏരിയാസും, ഇംഗ്ലീഷ് വിട്ട് ബാക്കിയുള്ള 3 ഏരിയാസും നിങ്ങൾ ഈ കാണുന്ന 15 ലാംഗ്വേജിലും എക്സാം എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അതിൽ നമുക്ക് ഈ 8ാമത്തെ ലാംഗ്വേജ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അവിടെ നിങ്ങൾക്ക് ആ എക്സാം ഏതിലും എഴുതാൻ പറ്റും, മലയാളത്തിലും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ അവർ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ കറക്റ്റായിട്ട് മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് മലയാളത്തിലും എക്സാം എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇപ്പം SSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. എസ്പെഷ്യലി PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരും ഇതൊക്കെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ സ്റ്റേറ്റ് ലെവൽ എക്സാം മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പോൾ അവർക്കൂടി ഒരു ഐഡിയ കിട്ടുക, അവർക്കൂടി ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കൊടുക്കുക, നോളജ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ കുറച്ച് നല്ലപോലെ ഇവിടെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതും എഴുതാൻ പറ്റും, അവിടുത്തെ എക്സാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റും. അത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ SSCയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഇപ്പം വന്നിട്ടുണ്ട്. CGL, CSL, MTS ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാതിരിപ്പുണ്ട്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന പല ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ ഇപ്പം ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരൊക്കെ ആണെങ്കിൽ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഒരു ബാച്ചസിൻ്റെ കൂടെ ഒക്കെ ജോയിൻ ചെയ്തും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഈ CGL ആയാലും CSL ആയാലും MTSന് വേണ്ടിയൊക്കെ തന്നെ നമുക്ക് ബാച്ചസ് ഉണ്ട്. ഈവൻ ഡേ ടൈം ഉള്ള സ്പെഷ്യൽ ബാച്ചസ് ഉണ്ട്. ഫുൾ ഡേ വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവർക്കാണെങ്കിൽ, ഫുൾ ഡേ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവരാണെങ്കിൽ, അതല്ല നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ളവരോ ഓൾറെഡി കോളേജിലേക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി നൈറ്റ് ബാച്ചസ് ഉണ്ട്. അവർക്ക് ആ ലൈവ് ക്ലാസ്സസ് ഒക്കെ പോകുന്ന നൈറ്റിലായിരിക്കും. ബാക്കി റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു ഡെയിലി പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, AI സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ ആപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ആ വീക്കായിട്ടുള്ള ഏരിയസൊക്കെ നല്ലപോലെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ നിങ്ങൾക്കത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാനൊക്കെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് ഫീച്ചേഴ്സാണ് ബാച്ചസിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. 8714764646 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഓഫർ പ്രൈസുകളിൽ, ഓഫർ ആക്റ്റീവ് ആണെങ്കിൽ ഓഫർ പ്രൈസുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് എടുത്തു പറയാനുള്ളത്, ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ജസ്റ്റ് പാസ് ഔട്ട് ആയവരാണെങ്കിൽ, ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്. നമുക്ക് സാധാരണ ഇതുപോലത്തെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം 1 ഇയർ വാലിഡിറ്റിയിലാണ് ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഉള്ളവരാണെങ്കിൽ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതുപോലെ തന്നെ ഇപ്പം പാസ് ഔട്ട് ആയവർ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ എലൈറ്റ് ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എലൈറ്റ് ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓൾറെഡി ഇപ്പോൾ കോളേജിൽ സെക്കൻഡ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുക, ഇനി തേർഡ് ഇയർ അല്ലെങ്കിൽ ഫൈനൽ ഇയർ കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പാസ് ഔട്ട് ആയി ഇറങ്ങുമ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഇപ്പോഴേ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. കോളേജിലെ ഒരു ചെറിയ സമയം, 1 മണിക്കൂറോ കുറച്ച് സമയമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പഠിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ കോളേജിൻ്റെ ഫൈനൽ, നിങ്ങൾ മേ ബി കോളേജിൻ്റെ ഫൈനലിലാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പം സെക്കൻഡ് ഇയറിലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ പാസ് ഔട്ട് ആയി ഇറങ്ങിയ ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് സമയമൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ പാസ് ഔട്ടേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഈ എക്സാം എഴുതാൻ റെഡി ആയിരിക്കും. എന്നാൽ അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇത് പാസ് ഔട്ട് ഇറങ്ങുമ്പോൾ പുതിയൊരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റൻഡഡ് വാലിഡിറ്റി, ഒരു 3 ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാലും പിന്നെ നിങ്ങൾക്ക് 1-2 വർഷത്തെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളൊരു പുതിയ ബാച്ച് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എക്സാംസ് നിങ്ങളുടെ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ തന്നെ വരുന്ന എക്സാംസ് ഉടനെ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു സമയം വേസ്റ്റ് ആവത്തില്ല. നിങ്ങൾ അഗെയിൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് പിന്നെയും 1-2 വർഷം പഠിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ ഒരുപാട് പേരും +2 കഴിയുമ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. സോ അത് വളരെ നല്ല കാര്യമാണ്. സോ അവർക്കൂടി വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റൻഡഡ് വാലിഡിറ്റി എന്നുള്ള സംഭവം കൊണ്ടുവന്നേക്കുന്നത്. സോ ഒരുപാട് പേരും, കൂടുതൽ ആൾക്കാരും ഈ ഒരു എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ആ ഒരു
എക്സാംസ് എഴുതിയെടുക്കുക, ലൈഫ് മാറ്റുക. അപ്പോൾ എന്തുകൊണ്ട് ഒരുപാട് പേര് ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നോക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസൾട്ട് എടുത്ത് നോക്കിയാലും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള റിസൾട്ട് വളരെ കുറവുന്നുണ്ട്. എഴുതുന്നവർ വളരെ കുറച്ചാണ്. നമ്മുടെ കൂടുതലും നമ്മുടെ ഒരു എന്താ പറയുക ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആൾക്കാരാണ് അവിടെ കൂടുതലും വരുന്നത്. നമ്മുടെ യൂഷ്വലി കേരളത്തിലുള്ള കൂടുതൽ ആൾക്കാരും കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ് എക്സാംസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്കും അപ്ലൈ ചെയ്ത് നിങ്ങൾ അതിലേക്കും കൂടുതൽ വരാൻ നോക്കുക, കൂടുതൽ പഠിക്കാൻ നോക്കുക. അവിടെ വളരെ നല്ല സാലറിയും ഒരുപാട് അലവൻസുകളും അങ്ങനെ ഒരുപാട് നല്ല എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസും അവിടെ ഒരുപാടുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് റെയിൽവേ എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റും. റെയിൽവേ എക്സാംസ് ഒക്കെയും ഇതേ സെയിം സിലബസിലാണ് വരുന്നത്. നിങ്ങൾക്ക് അവിടെ ഇംഗ്ലീഷും പഠിക്കാനില്ല, എക്സാമിൻ്റെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. സിലബസ് ഒക്കെ എക്സാക്ട്ലി സെയിം ആണ്. സോ ഇനിയും റെയിൽവേയുടെ ഒരുപാട് എക്സാംസ് വരാതിരിക്കുകയാണ്, അതിനെ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രീഡ് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ ബാച്ചസിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ബാച്ചസിൽ ജോയിൻ ചെയ്തുകൊണ്ട് മനസ്സിലാക്കി ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു എക്സാംസിനെ കുറിച്ചും ഇനി വരാതിരിക്കുന്ന എക്സാംസിനെ കുറിച്ചൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ വീണ്ടും മീറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളും ചാനൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടി. സോ ഫ്യൂച്ചറിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക്